ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ബീഫ് ഫ്രൈക്ക് ആവശ്യമായ 1 കിലോ ബീഫ് നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലേക്കാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ബീഫിൽ തിരുമ്മി പിടിപ്പിക്കണം. ഇനി കുക്കർ അടച്ച് ഒരു 5 വിസിൽ വരെ വേവിക്കാം. ആവിയെല്ലാം പോയി കഴിഞ്ഞ് ബീഫിലുള്ള വെള്ളം കൂടി നന്നായി വറ്റിച്ചെടുത്ത് വെക്കണം. ഇനി ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസ് സവോള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. വഴണ്ട് ഈ ഒരു പരുവം എത്തുമ്പോൾ 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് ഇളക്കാം. ശേഷം മൂടി വെച്ച് തക്കാളി വാടി വരാനായിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയും കൂടി ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം വേവിച്ച് വെള്ളമെല്ലാം വറ്റിച്ച് വെച്ച ബീഫ് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ബീഫിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ചു വരും. ഇനി ഒന്ന് തുറന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശെ എണ്ണയൊഴിച്ച് നന്നായി ഫ്രൈ ആക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നന്നായി ഫ്രൈ ആയി വരും. നന്നായി ഫ്രൈ ആയി വരുന്ന സമയം 2 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളക് സ്ലൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില ഇത്രയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനം മാത്രമേ പച്ചമുളക് ചേർക്കാവൂ. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ലഭിക്കുകയുള്ളൂ. ഇത്രയായാൽ നമ്മുടെ ടേസ്റ്റിയായ ബീഫ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻസിലൂടെ അറിയിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.